ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, രാമായണത്തിനകത്ത് ചില മക്കൾ ഭാഗവതത്തിലില്ലാത്ത മക്കളുണ്ട്. അതുകൊണ്ട് അവരുടെ പേരെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാധ, ഗീതാ നായർ, നിർമ്മല പവിത്രൻ, ജയ അനിൽ, ബിജു ബാബു. ബിജു അല്ല, പുതിയൊരു മകളാ. ബിജു ബാബുവിന് മകളാണോ അത് മകനാണോ അതും അറിയാൻ വയ്യ. പിന്നെ വേറൊരു രാധ ഉണ്ട്. ഇത് രാധ ശിവാനന്ദന. അപ്പോൾ നമുക്ക് എല്ലാ മക്കൾക്കും, പേര് തരാത്ത മക്കളും എങ്കിലും ഈ മക്കളിലും ഭാഗവതത്തിൽ കാണത്തില്ല. അപ്പോൾ ഞാൻ അന്നേരം പേര് പറയാതിരിക്കും, കഷ്ടമല്ലേ. അതുകൊണ്ട് എല്ലാ മക്കളും എൻ്റെ മക്കളല്ലേ. എല്ലാവരെയും ഞാൻ ഈ പേര് തരാത്ത മക്കളും എല്ലാവർക്കും ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം, കൃപ, അറിവ് നമ്മൾ നേടണം. അറിഞ്ഞും കൊണ്ട് ഇരിക്കുമ്പോൾ ഭക്തി വർദ്ധിക്കും. ഇതൊക്കെ കേൾക്കുന്നതാണ്, ഇതൊക്കെ പഠിക്കുന്നതാണ് അറിവുണ്ടാകുന്നത്. അപ്പോഴെന്തുണ്ടാവും? ഭക്തി വർദ്ധിക്കും. ഇത് കേട്ടിട്ട് പുസ്തകമൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഇത് തന്നെ നോക്കി നോക്കി വീണ്ടും വീണ്ടും പഠിക്കാം, വീണ്ടും വീണ്ടും വായിക്കാം. ഇതിനകത്ത് ഇങ്ങനെ ഈ വീഡിയോസെല്ലാം നമുക്ക് അറിയാവുന്നിടത്ത് കൊടുത്താൽ പിള്ളേർ പറഞ്ഞു തരും. എനിക്കങ്ങനെ പറഞ്ഞു തന്നില്ല. ഇത് നമുക്ക് ഏതെങ്കിലും എടുക്കണമെങ്കിൽ നമുക്കുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ഓരോന്ന് കിട്ടും. അങ്ങനെ നോക്കി വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് എന്താ വേണം? ഈശ്വരകൃപ അത് നമുക്ക് ഒഴുകിയെടുക്കണം. ഈശ്വരൻ്റെ കൃപ നമ്മളിലേക്ക് വരും. അപ്പോൾ നമുക്ക് ശാന്തി, സമാധാനം ഉണ്ടാവും. അസുഖം പോലും നമ്മൾ അറിയത്തില്ല. ആനന്ദം, നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ആനന്ദം ഉണ്ടെങ്കിൽ നമുക്ക് അസുഖം അറിയത്തേയില്ല. അത് അങ്ങനെയാണ് നമ്മളെല്ലാം ആരോഗ്യവതിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അത് മനസ്സിന് സന്തോഷവും സുഖം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതിനു വേണ്ടിയാ ഈ ലോകം മൊത്തവും ആരാ കർത്താവും കൃഷ്ണനൊക്കെ ഈ ലോകത്ത് വന്ന് അവതരിച്ച ഇതിനു വേണ്ടിയാ. ഒരുപാട് മക്കൾ, ഈ ലോകസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നതല്ല, അത് ദുരിതമാണ്. എപ്പോഴും ഒരു കുടുംബം പുലർത്തി പോകുമ്പോഴും വിഷമങ്ങളും ദുരിതങ്ങളായിട്ട് കഴിയുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകുകയും സമാധാനം വേണമെങ്കിൽ നമുക്ക് ആത്മീയം തന്നെ വേണം. അത് അറിയാത്തത് കൊണ്ടാണ്, ആർക്കും അത് ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്. പക്ഷേ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആർക്കൊക്കെയോ ഇത് കിട്ടിയതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ സന്തോഷം അത് പകർന്നു കൊടുക്കുന്നു. ഇപ്പം എപ്പോഴും കർത്താവും കൃഷ്ണനൊക്കെ അവതരിക്കാൻ പറ്റുമോ? അപ്പോൾ കുറേ ഇതുപോലുള്ള എന്തെങ്കിലും അറിവ് അല്പാൽപ്പം നമുക്ക് വേണ്ടുന്ന അത്രയും അറിവുകൾ ഓരോ മക്കൾക്കൊക്കെ, ഇപ്പോൾ എനിക്കായാലും അല്ലെങ്കിൽ മറ്റൊരാൾക്കായാലും ഈശ്വരൻ കുറേ കൃപയൊക്കെ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് മക്കൾ മനസ്സിലാക്കുമല്ലോ. അത് നമ്മൾ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടിയും ഫലേശ കൂടാതെയും കർമ്മം ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് മക്കൾക്ക് കൊടുക്കാം. ഇന്ന് ലോകത്ത് ആത്മാർത്ഥത വളരെ കുറവാണ്. എവിടെയും പണം വെച്ചുള്ള പരിപാടിയാണ്. അവിടേക്ക് പോകരുത്. ആരെങ്കിലും കപടമില്ലാതെ സ്നേഹത്തോടുകൂടി നമുക്ക് തരുന്നത് നമുക്ക് സ്വീകരിക്കാം. അതാണ് നല്ലത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാമായണം വായിക്കാം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കൾക്കും സുഖം ഭവിക്കണം, ആനന്ദം അനുഭവിക്കണം. അതിനുവേണ്ടി ഇതൊക്കെ പഠിച്ച് അറിയണം. നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് പിന്നെ ശ്രീരാമ ഭഗവാൻ എല്ലാം പറഞ്ഞ് വസിഷ്ഠ മഹാമുനി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഭരതന്. ഭഗവാൻ അവതരിച്ചത് ബ്രഹ്മാവ് അർത്ഥിച്ചത് കൊണ്ടാണ്, അപേക്ഷിച്ചത് കൊണ്ടാണ് പരമാത്മാവ് നാരായണൻ ഇവിടെ ശ്രീരാമ ഭഗവാനായിട്ട് ഇവിടെ അവതരിച്ചേക്കുന്നത്. അത് രാവണനെയും മകനെയൊക്കെ വധിക്കാനാണ്. അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് വനത്തിലേക്ക് പോയേക്കുന്നതെല്ലാം പറഞ്ഞത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ, എന്നാൽ പാതുകം ശ്രീരാമനായി കണ്ടുകൊണ്ട് വച്ച് പൂജിക്കാനായിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ ഭഗവാന്റെ പാതുകം ചോദിച്ചു. അത് ഭക്തിയാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ. ഭഗവാനെന്നോർത്ത് പാതുകത്തെ ഞാൻ വെച്ച് പൂജിച്ചു കൊള്ളാം. അങ്ങനെ ചോദിച്ചു.
യാവത്തവാഗമനം ദേവദേവാ മേ താവദേവാനാരദം ഭരിച്ചിടുവൻ. അതായത് ഈ മെതിയടി അങ്ങ് തിരിച്ചു വരുന്നത് വരെ അത് വെച്ച് ഞാൻ പൂജിച്ചു കൊള്ളാം. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നമ്മളിത് ഇന്നലെ വായിച്ചു, നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതാണ് ഓർമ്മ കിട്ടാൻ വേണ്ടി. കാരണം ചില മക്കൾക്ക് എനിക്കും ഉണ്ട് മറവി, എവിടം വരെ വായിച്ചെന്ന പോലെ ഓർമ്മ കിട്ടും. ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് നോക്കും. ഇന്നലെയൊക്കെ ഞാൻ ഇതിനകത്ത് അടയാളം വെച്ചിരുന്നായിരുന്നു, നോക്കട്ടെ. അയ്യോ ഒത്തിരി ഉണ്ട്. എന്നാലും ഇത് ഇത്ര ഇരിക്കട്ടെ, അത്ര വായിക്കാം. അങ്ങനെ ഭഗവാനത് അങ്ങനെ പതിച്ച് ഞാനിങ്ങനെ ശ്രീരാമൻ വനത്തിൽ നിന്ന് അയോധ്യയ്ക്ക് വരുവോളം അങ്ങ് തിരിച്ചു വരുന്നവരെ ഈ മെതിയടി വച്ച് ഞാൻ സേവിച്ചു കൊള്ളുവൻ, പൂജിച്ചു കൊള്ളുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടാൻ തമ്പിയും. അത് സ്വീകരിച്ചു, ഭഗവാൻ കൊടുത്തു, ഭരതൻ അത് സ്വീകരിച്ചു. ഉത്തമ രത്ന വിഭൂഷിത പാതുക ഉത്തമാങ്കെ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗൽഗതം. സഗൽഗതത്തോടുകൂടി അത് വന്ദിച്ചു തലയിൽ വെച്ച് ഉത്തമാംഗത്തിൽ വെച്ച് ഭഗവാന്റെ പ്രദക്ഷിണമൊക്കെ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് ഗൽഗതത്തോട് കരഞ്ഞും കൊണ്ട് പറയുന്നു. എന്താ പറയാ? മന്വബ്ദം, മഞ്ഞ 14 വർഷം. മന്വബ്ദ പൂർണി പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ച് വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. അതായത് 14 വർഷം തികഞ്ഞ ആദ്യത്തെ ദിവസം പ്രഥമ ദിനം, ഒന്നാമത്തെ ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം തീ വലിയ തീ ജ്വലിപ്പിച്ചിട്ട് തീ ജ്വലിപ്പിച്ച് അതിൽ ചാടി ഞാൻ മരിക്കും രണ്ടാമത്തെ ദിവസം. ഈ ഒന്നാമത്തെ ദിവസം 14 വർഷം ഇന്ന് തികയുന്നെങ്കിൽ നാളെ ഒന്നാമത്തെ ദിവസം. ആ ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം. അത് ഞാനിങ്ങനെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ. അത് പറഞ്ഞപ്പോൾ ഭഗവാന് സങ്കടമായി. ശ്രീരാമന് അങ്ങനെ ആ ഗൽഗതമൊക്കെ ചെയ്തുകൊണ്ട് കരഞ്ഞിക്കില്ല. അങ്ങനെ ഭഗവാൻ കണ്ണുനീരൊക്കെ തുടച്ചോട്ട് അങ്ങനെ തന്നെ ഒരന്തരമില്ല, ഞാൻ അന്ന് തന്നെ വരും നിർണയം. സങ്കടപ്പെടേണ്ട മക്കളെ എന്ന് പറഞ്ഞ് കുട്ടിയോട്, കാരണം അത്ര സങ്കടം ഭരതനുണ്ട്. അങ്ങനെ തന്നെ ഒരന്തരം, അതിന് ഒരു വ്യത്യാസവും വരത്തില്ല. അന്നിങ്ങനെ തന്നെ ഞാൻ വന്നിരിക്കും, അന്ന് തന്നെ വരും നിർണയം, കറക്റ്റായിട്ട് ഞാൻ വന്നിരിക്കും എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. അങ്ങനെ പോകാനുള്ള അനുവാദം കൊടുത്ത് വിടവ് പിരിയാൻ. അങ്ങനെ ധന്യനായ ഭരതൻ ഭഗവാനെ നമസ്കരിച്ചു. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു. മന്ദേതരം പുറപ്പെട്ടു ഭരതനും. ഭഗവാനെ പ്രദക്ഷിണമൊക്കെ വെച്ച് പൂജിച്ചു. വലം വെച്ച് തൊഴുതിട്ടൊക്കെ ഭരതൻ തിരിഞ്ഞു ഇങ്ങോട്ട് പോരാൻ. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയി ഇടിനാർ. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഉള്ളിലാക്കി. ശ്രീരാമനെ അത്രമാത്രം മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിനകത്ത് ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇനി പോരുന്നു അയോധ്യയിലേക്ക്. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. അതായത് ശൃംഗിവേര, അത് ഗുഹനാണല്ലോ വള്ളത്തിൽ തുഴഞ്ഞിക്കരെ എല്ലാവരെയും ആക്കുന്ന. ശ്രീരാമനെ അങ്ങനെ ആക്കിയില്ലേ? അതുമല്ല, അന്ന് രാത്രി അവിടെയല്ലേ ഗുഹൻ്റെ അവിടെയല്ലേ ശ്രീരാമൻ തങ്ങിയത്. രാത്രി മരച്ചുവട്ടിൽ ദർഭപ്പുല്ലൊക്കെ വിരിച്ച് കാവലായിട്ട് ലക്ഷ്മണനും ഗുഹനും വെളുക്കോളം കാവലായിട്ട് നിന്ന് സീതയ്ക്കും രാമനും ഉറങ്ങാൻ അങ്ങനെയൊക്കെ നോക്കി വിട്ടതല്ലേ? അത്ര ആനന്ദമല്ലേ ആ ശൃംഗിവേരൻ. ഇദ്ദേഹം ഇപ്പം വന്നപ്പോൾ അവരുടെ കൂടെ തന്നെ രാമനെ കാണാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല മംഗളകരമായ വാക്കുകളൊക്കെ കൊടുത്ത് പിരിച്ചു. ശ്രീരാമൻ നന്നായി നല്ല വാക്കുകളൊക്കെ, അതാണ് മംഗലവാച, മംഗളകരമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് പറഞ്ഞയച്ചു. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. അങ്ങനെ വഴി അറിയാവുന്ന ഗുഹനാണ്, ആ വനത്തിൻ്റെ അവിടെ താമസിക്കില്ലയോ, അതുകൊണ്ട് ഇവർക്ക് വഴി കാട്ടാൻ മുമ്പേ നടന്നു ഗുഹൻ. പുറകെ വൻപടയും എല്ലാം പുറകെ പോയി. കൈകേയി താനും സുധ അനുവാദം കൊണ്ട് ശോകം അകന്നു നടന്നു മകനുമായി. കൈകേയി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഖേദം ഉള്ളിലുണ്ടല്ലോ. അതിൽ ലക്ഷ്മണൻ ശരിക്ക് പറയുകയും ചെയ്ത്. അതുപോലെ ലക്ഷ്മണൻ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും പോകണമെന്ന് അന്ന് പറഞ്ഞതെങ്കിലും
കൈകേയിയും ശ്രീരാമൻ്റെ അടുക്കലേക്ക് ചെന്നു. അതുകൊണ്ട് കൈകേയി താനും സുത അനുവാദം മകൻ സുതൻ വെച്ചാൽ മകൻ ശ്രീരാമദേവൻ്റെ അനുവാദത്തോടുകൂടി ശോകമൊക്കെ അകന്ന് ദുഃഖങ്ങളൊക്കെ മാറ്റി നടന്നു മകനുമായി. അതായത് ഭരതനാണല്ലോ മകൻ, ഭരതനുമായി നടന്നു. ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെ അനുജന. അങ്ങനെ മകനുമായി അവർ നടന്നു. ഗംഗ കടന്നു അനുവാദേന നാലംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്ന് അയോധ്യാപുരിപുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ച അനുദിനം ഭക്രിയ വിശുദ്ധ ബുദ്ധിയ പുരവാസികൾ നിത്യസുഖേന വസിച്ചതെല്ലാവരും. അങ്ങനെ ഗുഹൻ്റെ അവിടം വരെ ചെന്നിട്ട് ഗുഹൻ അവിടം വരെ എത്തി. ബാക്കിയുള്ളവരെല്ലാവരും നാലംഗ പടയോടും കൂടി കുമാരന്മാർ ഭരതനും ശത്രുഘ്നനും എല്ലാവരുമായിട്ട് അയോധ്യയ്ക്ക് തിരിച്ചു. അവിടേക്ക് പോയി. ആരെ ചിന്തിച്ചു? ശ്രീരാമനെ തന്നെ ചിന്തിച്ച് ഭക്തിയാ വിശുദ്ധ ബുദ്ധിയ ശുദ്ധമായ ഹൃദയത്തോടു കൂടി തന്നെ ശ്രീരാമനെ ഭജിച്ചും കൊണ്ട് പുരവാസികളൊക്കെ അവിടെയുള്ള എല്ലാവരും ഭക്തിപൂർവ്വം ശ്രീരാമനെ തന്നെ ചിന്തിച്ച് അനുദിനവും ദിനം ചിന്തിച്ചും കൊണ്ട് നിത്യസുഖേന വസിച്ചതെല്ലാവരും. ഭഗവാനെ ചിന്തിക്കുമ്പോൾ ലക്ഷ്മി കൂടെ ഉണ്ട്. സീതാദേവിയും ശ്രീരാമനും ആണല്ലോ, അത് ശിവശക്തിയാണല്ലോ. അപ്പോൾ ശ്രീരാമനെ ചിന്തിച്ച് ഉള്ളിലാക്കുമ്പോൾ സർവ്വസുഖവും കിട്ടും. അവിടെ മഹാലക്ഷ്മിയാണല്ലോ, ദേവി ഭഗവതിയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളിലായാൽ എന്താ സംഭവം? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഇവിടെ ദേവി ഭഗവാന്റെ ഉള്ളിലുണ്ട്, മഹാലക്ഷ്മി. അതുപോലെ ശ്രീരാമൻ്റെ ലക്ഷ്മി ആരാ? സീത. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ, ശിവശക്തിയാണല്ലോ. അപ്പം നമ്മൾ എവിടെ നിന്നാലും അവർ രണ്ടിൻ്റെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും പിതാവും മാതാവും ആണല്ലോ, ലോകമാതാവും ലോകപിതാവുമാണ്. അപ്പോൾ അവരെ ചിന്തിച്ച് അനുദിനം നിൽക്കുമ്പോൾ എന്ത് നമുക്ക് സംഭവിക്കും? ഈശ്വരകൃപ, നിത്യവും സുഖമായിട്ട് കഴിയാം, എന്തുകൊണ്ടും സുഖമാവാം. ആത്മീയമായും ലൗകികമായും എല്ലാ സുഖങ്ങളോടുകൂടി തന്നെ അവിടെ അയോധ്യാപുരിൽ അവരെന്താ കാരണം? ചിന്തിക്കുന്നു, ഭഗവാനെ തന്നെ ചിന്തിക്കുന്നു. നമ്മളും എന്താ വേണം? നമ്മളും എപ്പോഴും ഭഗവാനെ ചിന്തിക്കുക. അപ്പോഴെന്താ വരുന്നേ? അവിടുത്തെ അനുഗ്രഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമുക്ക് പല ആപത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കുകയും ചെയ്യും. നമ്മൾ പോലും അറിയത്തില്ല. കാരണം നമുക്കുള്ള ഉള്ളിൽ എന്താ ഉള്ളേ? ഭഗവാനാണ്. അപ്പോൾ നമ്മളുടെ ദോഷങ്ങൾ ആരറിയും? എൻ്റെ ഭക്തനൊരു ദോഷം വരുന്നു, എൻ്റെ അച്ഛൻ എന്ത് വരുന്നത് നേരത്തെ പറയും. പാർക്കുട്ടി ഇന്നതുപോലെ ഇന്ന സംഭവിക്കാൻ പോകുന്നു, അതിന് വേണ്ടുന്ന ക്രിയകൾ ചെയ്യാൻ പറയും. ഒന്ന് എന്തെങ്കിലും കാരണങ്ങൾ, പൂജകൾ, നാമങ്ങൾ, പിന്നെ വായന, ഭജന, അങ്ങനെ ഓരോ ഗഡുക്കൾ വരുമ്പോഴും അച്ഛൻ ജ്യോത്സ്യനും കൂടെ അറിയാം. അതും ജ്ഞാനക്കണ്ണ്, ഒരു ദിവ്യദൃഷ്ടിയുണ്ട്. വരും വരാഴികളൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തവും അച്ഛൻ മുന്നേ കൂട്ടി അറിയും. അതല്ലേ അങ്ങനെയുള്ള രാജഗുരുക്കന്മാരുള്ള രാജകുടുംബത്തിൽ വസിഷ്ഠ മഹാമുനി, അങ്ങനെ ഓരോരുത്തരും അങ്ങനെയാണ്. നല്ല നല്ല ഭക്തന്മാരെ മഹർഷിമാരെയൊക്കെ ഇരുത്തുന്ന എന്താ? വരും വരാതികൾ അറിയാനാ. അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഭക്തനുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ദോഷം ഇന്ന സമയത്ത് വരാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് വേണ്ടുന്നതിന് പ്രതിക്രിയ ചെയ്യും. അങ്ങനെയാണ് അച്ഛൻ ഈ ഭഗവതി സേവ, ഗണപതി ഹോമം, ഇതൊക്കെ ഈ തകിടും കൂടൊക്കെ എഴുതി തറയൊക്കെ കുഴിച്ച് 4 മൂലയ്ക്കും വസ്തുവിൻ്റെ മൂലയ്ക്കൊക്കെ ഇങ്ങനെ ഇടും. ആണ്ടുതോറും ചെയ്യുന്നതാ. അച്ഛനതൊക്കെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ എന്ത് വന്നു? ഇവർ എപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി ഭഗവാനെ. എപ്പോഴും നമുക്ക് അത് അവസരം നമുക്ക് എപ്പോഴും അങ്ങനെ ആയി പിന്നെ അത് തന്നെ പിന്നെ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് തന്നെയാണ്. ഉറങ്ങുമ്പോൾ തന്നെ നമ്മൾ അറിയത്തില്ല. അപ്പോഴേ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ദൈവമേന്ന് എന്ന് ഒരു കുറച്ച് ദിവസം നമ്മൾ ചിന്തിച്ച് ഒരു ഉരുള ഉരുട്ടി ഭഗവാനെ ധ്യാനിച്ച് കഴിച്ചു നോക്ക്. നമ്മൾ അറിയാതെ തന്നെ ആ ഉരുള ഉരുട്ടുമ്പോഴേ നമ്മൾ ചിന്തിക്കും. മറന്നു പോയാലും നമ്മുടെ കൈയും പറയും, നമ്മുടെ മനസ്സും പറയും. നിത്യം ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെയാണ്. രാത്രി ഉറങ്ങാനിട്ട് നമ്മൾ ഭഗവാനെ ധ്യാനിച്ച് കിടക്കും. നന്നായി ചിന്തിച്ച് ധ്യാനം കിടക്കുമ്പോഴാകാമല്ലോ ഭഗവാനെ തന്നെ ധ്യാനിച്ച് പ്രകാശങ്ങളൊക്കെ കണ്ടിങ്ങനെ കിടക്കും. നമ്മൾ എന്നും കിടക്കുമ്പോൾ അതൊരു തൊഴിലായി വരും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രകാശം കണ്ടുകൊണ്ടേ കിടക്കും. നമുക്ക് ഒരുപാട് ദിവസം നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ അത് പിന്നെ നിത്യ തൊഴിലഭ്യാസം എന്ന് പറയുന്ന പോലെ നമ്മൾ അറിയാതെ കിടക്കുമ്പോഴേ ലൈറ്റെല്ലാം അണച്ച് കിടക്കുമ്പോഴേ പ്രകാശം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, അത് നിത്യ തൊഴിലാണ്. അത് പിന്നെ എപ്പോഴും ആ പ്രകാശം ഉള്ളിലുണ്ട്. അത് ആ രാത്രി നമ്മൾ കിടക്കുമ്പോൾ കണ്ണടച്ചാലുമുണ്ട്, കണ്ണ് തുറന്നാലും ആ പ്രകാശങ്ങളെല്ലാം. പിന്നെ പ്രകാശം മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലത്തിലെ വിഗ്രഹങ്ങളും അവിടുത്തെ എന്തെല്ലാം ആഭരണങ്ങളെല്ലാം ഉണ്ട്, അത് മൊത്തവും നമുക്ക് കാണാം. അവിടെ വരെ പോകേണ്ടി വരത്തില്ല. നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ചിന്തിക്കുകയൊന്നും വേണ്ട, നമ്മൾ അറിയാതെ തന്നെ ഇത് മൊത്തവും നമ്മൾ കാണും.
അതുകൊണ്ടാണ് നിങ്ങളെ ഭക്തന്മാർ എങ്ങും പോണ്ട എന്ന് പറയുന്നത്. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, പിന്നെ എന്തിനാ വെറുതെ ശരീരം മെനക്കെട്ട് ഉടമ്പൊക്കെ പോണത്? ഇവിടെ തന്നെ എല്ലാം കാണാമല്ലോ. അതുകൊണ്ട് ഭക്തിയ വിശുദ്ധ ബുദ്ധിയ പുരവാസികൾ, അടുത്തുള്ളവരെല്ലാവരും നിത്യസുഖേന വസിച്ചതെല്ലാവരും അത്രമാത്രം ആനന്ദത്തോടെ കഴിയുന്നു. ഭഗവാൻ ഉള്ളിലുണ്ട്. അവർ അവിടുന്ന് വനത്തിൽ നിന്ന് വന്നപ്പോഴേ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇനി പോരുന്നു. ഭഗവാൻ പരമാത്മാവാണല്ലോ. അതുകൊണ്ട് അവർ സന്തോഷമായിട്ട് കഴിയുന്നു. താപസവേഷം ധരിച്ചു ഭരതനും താപന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്ന് നന്ദിഗ്രാമം അൻപോട് പുക്കിയതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി ആനന്ദമായി. അവിടുത്തെ അയൽവാസികൾക്ക്, ജഗദ്വാസികൾ, അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം സന്തോഷം ആനന്ദമായി. താപസവേഷം എടുത്ത് അത് ഭരതൻ അവിടുന്ന് വന്നെങ്കിലും ആ മുനിവേഷം മാറ്റിയിട്ടില്ല. ഭഗവാൻ 14 വർഷം തികച്ച് വരുവോളം വേഷം അത് തന്നെയാണ്, മുനിവേഷമാണ്. എന്നിട്ട് താപേന ദുഃഖത്തോടുകൂടി ശത്രുഘ്നനും ശത്രുഘ്നനും മുനി വേഷമൊന്നുമില്ല, താപസവേഷം ധരിച്ച് ഭരതൻ താപേന, അതായത് ദുഃഖത്തോടുകൂടി തന്നെ ശത്രുഘ്നനും വ്രതത്തോടുടൻ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ചെന്ന് നന്ദിഗ്രാമം അൻപോട് പുക്കിയതു വന്നിത് ആനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതകം വെച്ച് സിംഹാസനെ രാഘവ പാദങ്ങളെന്ന് സങ്കല്പിച്ച് സാദരം. അങ്ങനെ പാതകം മെതിയടി അവിടെ കൊണ്ട് വെച്ച് പൂജിക്കുന്നു. എങ്ങനെയാ? ഭഗവാന്റെ പാദമാണെന്ന് കരുതി ഭരതൻ അത് വെച്ച് ധ്യാനിക്കുന്നു. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികയെ സേവിച്ചു നിന്നാർ ഇരുവരും. 2 സഹോദരന്മാരും ഭരതനും ശത്രുഘ്നനും ചന്ദനം, പുഷ്പം, ജലം, അത് പിന്നെന്താ പറയുക, ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ അങ്ങനെയുള്ള ഇതുകൊണ്ട് പൂജിച്ച് കൊണ്ട് അന്തികെ ആ പാതകത്തിൻ്റെ അടുത്ത് തന്നെ ഭഗവാനാണെന്ന് കരുതി, ശ്രീരാമനെ ആണെന്ന് കരുതി ആ പാതകം വെച്ച് സേവിക്കുന്നു. അങ്ങനെ 14 വർഷം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ 2 സഹോദരന്മാരും നിന്നാരിരുവരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീരാമൻ എന്തെടുക്കാൻ പോകുന്നതാ ഇനി പറയാം. അവരങ്ങനെ കഴിയുന്നു സന്തോഷമായിട്ട് ആനന്ദത്തോടു തന്നെ. അയോധ്യയിലെ സർവ്വ ജഗദ്വാസികളും എല്ലാവരും സന്തോഷത്തോട് ആനന്ദത്തോடு തന്നെ അവർ കഴിയുന്നു. ഇനി ശ്രീരാമ ഭഗവാൻ ഇവിടെ വനത്തിൽ എല്ലാവരും പോരുന്നല്ലോ. ഇനി അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. നാനാ മുനിജന സേവിതനായി ഒരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ഭഗവാൻ ശ്രീരാമൻ നാരായണനാണെന്ന് എല്ലാ മുനിമാർക്കും അറിയാം. അവിടെ നാനാ മുനിജന എല്ലാവരും എന്ത് സേവിക്കുക ഭഗവാനെ, ശ്രീരാമന്. അങ്ങനെ നാനാ മുനിജന സേവിതനായി ഒരു മാനവവീരൻ, മാനവൻ മനുഷ്യൻ. ഭഗവാൻ നാരായണൻ മനുഷ്യനായിട്ട് അവതരിച്ചതുകൊണ്ട് മാനവവീരൻ, മനോഹരൻ രാഘവൻ. അപ്പോൾ ഭഗവാനാണെങ്കിലും മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് മാനവവീരനാ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മാനസാനന്ദം കലർന്നു ചില ദിനം. അങ്ങനെ സന്തോഷത്തോടുകൂടി തന്നെ മുനിമാരെല്ലാം സേവിച്ചു നിൽക്കുന്ന ഭഗവാനും സീതയും ലക്ഷ്മണനും കൂടി എന്ത് ചെയ്യും? ചില ദിനം, കുറച്ച് ദിവസം മാത്രമേ അവിടെ തങ്ങുന്നുള്ളൂ. അത് നിരൂപിച്ച് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. എന്താ ചിന്തിക്കുന്നേ? മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും, ഇവിടെ ഇരുന്നാൽ ഇനി ഉടൻ സത്വരം ദണ്ഡകാരണത്തിനായി കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക. വേണ്ടത് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണം. കാരണം മിത്രവർഗങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. ജനങ്ങളെല്ലാം ചെന്ന് പറയും, ഇങ്ങനെ ഇവിടെ ചിത്രകൂടാരത്തിലാണ് താമസിക്കുന്നത്, നല്ല ആശ്രമമാണ്, അവിടെ ചെന്ന് കണ്ടാൽ എന്തെല്ലാം ആനന്ദമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ കാണാൻ വരും, മിത്രങ്ങളെല്ലാം കാണാൻ വരും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. കാരണം വന്നേക്കുന്നത് മിത്രത്തിനെ കാണാനല്ലല്ലോ, ഈ എന്താ പറയുക, ദണ്ഡകാരണത്തിനാണ് വന്നേക്കുന്നത്. പിന്നെ ഈ രാവണൻ്റെ കാര്യങ്ങൾക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അവിടെ സീതയും ലക്ഷ്മണനും ആലോചിക്കുന്നു, മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും, ഇവിടെ ഇരുന്നാൽ. അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഉടൻ സത്വരം ദണ്ഡകാരുണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക. വേണം, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം എന്ന് പറയും. കുറച്ച് ദിവസം അവർ തങ്ങിട്ട് ഉടനെ അവർ ചിന്തിച്ചു. യുദ്ധം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ഇത് വിചാരിച്ചുകൊണ്ട് ധരിത്രീ സുതച്ച ധരിത്രി ഭൂമിപുത്രിയാണ് സീതയും അത്യുത്തമനായ സൗമിത്രി ലക്ഷ്മണനുമായിട്ട് ചിന്തിച്ചു, യുദ്ധം വിചാരിച്ചു. തത്യാജ, ഇവിടെ നമുക്ക് ഉപേക്ഷിക്കുക, ഇവിടം വിട്ട് ചിത്രകൂടാചലം ഇത് വിട്ടിട്ട് രാഘവൻ സത്യസന്ധനായിരുന്ന ഭഗവാൻ ശ്രീരാമൻ നടകൊണ്ട് എവിടേക്കാ? വനാന്തരത്തിലേക്ക്, ഉള്ളിലേക്ക് പോയി അവിടെ വിട്ട് മാറിപ്പോകുന്നു. അതാണ് നമ്മൾ ഇനി അതെവിടേക്കാണ് ചെല്ലുന്നത്? ഇനി അടുത്തത് അത്രി മഹർഷിയുടെ പ്രവേശനം.
അത്രി ആശ്രമിച്ച അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് ഇനി ചെല്ലുന്നത്. നമുക്കത് അല്പം കൂടെ വായിക്കാം. കാരണം 19 മിനിറ്റേ ഉള്ളൂ. ഒരു 25 മിനിറ്റിനകത്ത് നിൽക്കണം. അത് കുറച്ച് വായിക്കാം. അത്രി തന്നെ ആശ്രമം ബുക്ക് മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും. അവിടെ ചെന്ന് അത്രി മഹർഷിയെ കണ്ട് നമസ്കരിച്ചു ശ്രീരാമൻ. രാമോഹം അദ്യ ധന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം. അതായത് മുനി അങ്ങയുടെ പദം ശ്രീമൽപദം, അത്രമാത്രം ഐശ്വര്യത്തോടിരിക്കുന്ന ആ പദം തവ അങ്ങയുടെ അത് കണ്ടത് മുഖാന്തരം ഞാൻ രാമനാണ്, ഞാൻ ധന്യനായി. അതുകൊണ്ട് മഹാമുനി രാമോഹം അഹം ഞാൻ രാമനാണ്, ഞാൻ ധന്യനായി. മഹാമുനി അങ്ങയുടെ പദം തവ കാണായ കാരണം, അങ്ങയെ കണ്ടത് എനിക്ക് ധന്യനായി, ഞാൻ ശ്രീരാമനാണെന്ന് അദ്ദേഹത്തോട് നമസ്കരിച്ചിട്ട് പറഞ്ഞു. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. ഈ അത്രി മഹർഷി അറിഞ്ഞു ഭഗവാൻ സാക്ഷാൽ പരമാത്മാവായ പരൻപൊരുളാണെന്ന്, നാരായണനാണെന്ന്, മഹാവിഷ്ണു വൈകുണ്ഠവാസിയാണെന്ന് ഈ മഹർഷി അറിഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ ആ വൈകുണ്ഠത്തിലെ ഭഗവാൻ നാരായണനാണെന്ന് അറിഞ്ഞു. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നത് അറിഞ്ഞു. ഭഗവാൻ മോക്ഷതനാണല്ലോ, എല്ലാവർക്കും മോക്ഷത്തെ കൊടുക്കുന്ന ആളാണ് നാരായണൻ. അത് സാത്വിക ഗുണം എടുത്തേക്കുന്നതുകൊണ്ട് മഹാവിഷ്ണു എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന നാരായണനാണെന്ന്, അതുകൊണ്ടാണ് മോക്ഷതൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്ക് പോകേണ്ടിടത്തേക്ക് പോകണമെങ്കിൽ ഭഗവാൻ നമുക്ക് മോക്ഷതൻ തരുന്നയാളാണ്. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചത് അർഘ്യ പാദ്യാദികൾ കൊണ്ട് തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്യതം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അർച്ചിച്ചു. അർഘ്യപാദ്യാദികളുണ്ട് ഭഗവാന്റെ പാദമൊക്കെ അത്രമാത്രം പൂജിച്ച് ഈ മുനി ഭഗവാൻ സാക്ഷാൽ പരമാത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് രാജീവലോചനം പ്രാത് സഹോദരൻ എന്നാ പ്രാത് എന്ന് പറഞ്ഞ്. അപ്പോൾ സഹോദരനാരാ ലക്ഷ്മണനെയും ഭാര്യാന്വിതം സീതയെയും ഉൾപ്പെടെ രാജീവലോചനം ഭഗവാൻ ശ്രീരാമനെ ചേർത്ത് നന്നായി പൂജിച്ച് അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിച്ചു. ഇവരെ മൂന്ന് പേരെയും ചൊല്ലിനാൻ ഭൂപാല നന്ദനന്മാരോട്. എന്നിട്ട് പറഞ്ഞു ഈ കുട്ടികളോട്, ഭൂപാല നന്ദനൻ വെച്ചാൽ ദശരഥ മഹാരാജാവാണ് ഭൂപാലൻ. അദ്ദേഹത്തിന് നന്ദനന്മാർ വെച്ചാൽ ഇവർ 2 കുട്ടികളും ഈ രാജാവിൻ്റെ മക്കളാണല്ലോ. ഭൂമിയിൽ പാലിക്കുന്നത് രാജാവിനെയാണ് ഭൂമിപാലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് അദ്ദേഹം പറയുന്നു, ചൊല്ലഴും എന്നുടെ പത്നിയുണ്ട് അത്ര കേൾ, എത്രയും വൃദ്ധ തപസ്സനിമാരിൽ വച്ച് ഉത്തമയായ ധർമാത്മജ തപോധന പർണശാല അന്തർഗൃഹേ വസിക്കുന്നതോ ചെന്ന് കണ്ടാലും ജനക നൃപാത്മജേ. ജനകൻ്റെ പുത്രിയാണ് സീത, അതാണ് ജനക നൃപാത്മജേ. ജനക മഹാരാജാവിൻ്റെ പുത്രിയാണ് ധരിത്രി ഭൂമിപുത്രി. ഉഴവച്ചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ധരിത്രി പുത്രി എന്നും ഭൂമിപുത്രി എന്നൊക്കെ വിളിക്കും. ആരാണ് എടുത്ത് വളർത്തിയത്? ജനക മഹാരാജാവ്. അതുകൊണ്ട് ജനക നൃപാത്മജേ എന്ന് പറയുന്നത് സീതയെ. എന്താ പറഞ്ഞത് ഈ അത്രി മഹർഷി? എൻ്റെ പത്നി ഭാര്യ എത്രയും വൃദ്ധയാണ്, അകത്തുണ്ട്. ചൊല്ലഴും എന്നോട് പത്നി ഉണ്ട് അത്ര കേൾ, എൻ്റെ പത്നി അകത്തുണ്ട്, വൃദ്ധയാണ്, തപസ്സിനിമാരിൽ വെച്ച് ഉത്തമയായ ധർമ്മജ്ഞയാണ്, തപോധനയാണ്, അത് തപസ്സിനിയാണ്. പർണശാല അന്തർഗൃഹേ, ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ അകത്ത് വസിക്കുന്നു. ചെന്ന് കണ്ടാലും, അതായത് സീതയോട് പറഞ്ഞു ചെന്ന് കണ്ടാലും ജനക നൃപാത്മജേ, ജനകൻ്റെ പുത്രി എന്നതു കേട്ടു രാമാജ്ഞയ ജാനകി ചെന്ന് അനസൂയാപദങ്ങൾ വണങ്ങിനാൾ. അത് കേട്ടപ്പോൾ ശ്രീരാമൻ്റെ ആജ്ഞയോടുകൂടി ഭർത്താവിനോട് ചോദിക്കാതെ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയത്തില്ലയോ? അടുത്തൊരു വൃദ്ധ തപസ്സിനെയാണ്, അത്ര എന്താ പറയുക ധർമ്മജ്ഞയാണ് എല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞ് ശ്രീരാമൻ്റെ ആജ്ഞയൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്നത് കേട്ട് രാമ ആജ്ഞയ ജാനകി ചെന്ന് അനസൂയാപാദങ്ങൾ വണങ്ങിനാൾ. അനസൂയ എന്നാണ് ആ ദേവിയുടെ അമ്മയുടെ പേര്. അങ്ങനെ ചെന്ന് പാദത്തിൽ വണങ്ങി സീത. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ. എന്ത് സത്സംഗമായത്! ആ മഹർഷിയെ പോലിരിക്കുന്ന ആ തപസ്സിനി അത്ര ജ്ഞാനിയാണ്, ധർമ്മജ്ഞയാണ്, തപസ്സിനിയാണ്. അതും എത്രമാത്രം ഇത്തിരി പ്രായം ചെന്നവരുമാണ്. അപ്പോൾ അതുപോലെയാണല്ലോ സീതാദേവിയും. അമ്മയല്ലേ, ഭഗവതിയല്ലേ, ദേവി മഹാമായയല്ലേ. പക്ഷേ അതിനേക്കാൾ ഉപരി
തപസ്സിന് വെച്ചാൽ തപസ് ചെയ്തുണ്ടായ ദേവി അവതരിച്ചു. പക്ഷേ തപസ് എന്താണ്? കർമ്മം ചെയ്ത് തപസ്സിന് കിട്ടിയ തപസ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതലും ശക്തിയുള്ളത് ആർക്കാണ്? തപസ്സിനാണ്. ദേവി അങ്ങനെ ആയി വരണം. അങ്ങനെ ആവുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദേവിയുടെ അംശമാണ്, മഹാമായ ആണ്. പക്ഷേ താപസന്മാരുടെ ശക്തി എത്രത്തോളം വർഷം തപസ് കിട്ടിയ തപസ് കൊണ്ട് കിട്ടുന്ന വരങ്ങളാ, അനുഗ്രഹങ്ങളാ. അത് വത്സേ വരികരികെ ജനകാത്മജേ, ഇത് കുട്ടിയല്ലേ, സീത ദേവിയുടെ ഒരു അവതാരമൊന്നല്ലേ ഉള്ളൂ. ശക്തി വേണമെങ്കിൽ ധ്യാനിച്ച് തപസ്സുണ്ടാക്കണം. അതുകൊണ്ട് സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ. അപ്പോൾ അത്രമാത്രം സത്സംഗമാണ് ഇവർ രണ്ടുപേരും. ഒരാൾ ദേവിയാണ്, ഒരാൾ തപസ്സിനിയാണ്. രണ്ടുകൂടെ ചേരുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും. അതുകൊണ്ട് സത്സംഗമം, നല്ല സംഗമം, നല്ല സജ്ജന സംഗമം, അത് ജന്മസാഫല്യം ഓർക്കാൻ നീ. നമുക്ക് അത് ജന്മത്തിന് സാഫല്യം വരുന്നതാണ്. നമ്മൾ ജനിച്ചത് എന്തിനാ? നമുക്ക് കിട്ടേണ്ടെന്ന് കിട്ടിക്കൊണ്ട് സാഫല്യമായി പോകണം. മോക്ഷം അല്ലെ മുക്തിപദം വേണ്ടുന്നത് വേണം. അത് സത്സംഗം കൊണ്ടേ കിട്ടത്തുള്ളൂ. അതിൽ കൂടെയാണ് ഭക്തി വർദ്ധിക്കുന്നത്. ആ ഭക്തിയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടടുത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ. വത്സയെ പിടിച്ചു ചേർത്ത് ആലിംഗനം ചെയ്ത് സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. അങ്ങനെ വത്സയെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വാത്സല്യത്തോടെ കുട്ടിയല്ലേ സീതയെ പിടിച്ച് ആലിംഗനമൊക്കെ ചെയ്തിട്ട് സ്വഭാവം തെളിഞ്ഞു മുനിപത്നിക്ക്. എന്താ സ്വഭാവം? തപസ് ചെയ്ത് അകവും പുറവും തെളിയും. എങ്ങനെയാ? ഒരു തീക്കണൽ നമ്മൾ അടുപ്പിൽ തടി വെച്ച് വെന്ത് തീക്കണലായി കിടക്കും. കുറേ നേരം തീ എരിയാതിരിക്കുമ്പോൾ അണഞ്ഞിട്ട് എന്ത് വരും? പുറമേ ചാമ്പലിരിക്കും. ആ ചാമ്പലൊന്ന് ഊതിക്കളഞ്ഞാൽ എന്താ? തിളങ്ങും. തീക്കൊള്ളി, കണൽ. അതുപോലെ ഈ തപസ്സിമാരുടെ ഉള്ള അങ്ങ് തിളങ്ങും. പുറമേ ഇല്ല ചാമ്പൽ വല്ല മറവ് പിടിച്ചിരിക്കും. എപ്പോഴും അത് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് പക്ഷേ ഈ സീതയെ കണ്ട് കെട്ടിപ്പിടിച്ചപ്പോൾ ആ സ്വഭാവം ഈ പുറത്ത് വന്നു. എങ്ങനെയാ? ഉള്ളത്തിലിരിക്കുന്ന പ്രകാശം, ആ തീക്കണൽ, തപസ് ചെയ്ത് അത്രമാത്രം അഗ്നിയാണ്. പിന്നെ ആ ജ്ഞാനം, അങ്ങനെ ആ തീക്കണലങ്ങ് തെളിഞ്ഞിട്ട് അകം പ്രകാശിച്ചിരിക്കുന്ന പുറത്തങ്ങ് ചാടും. അകവും പുറവും എന്താ? ചൈതന്യം എന്ന് നമ്മൾ പഠിക്കത്തില്ലേ? ഈശ്വരൻ ചൈതന്യമാണ്, അത് അകവും പുറവും നിറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മതിയോ? അത് അനുഭവിച്ചറിയണ്ടേ? അതൊരു തപസ്സിനിക്ക് അത് അനുഭവമുണ്ട്. ആ അമ്മയുടെ അനസൂയ എന്ന് പറഞ്ഞ ആ അമ്മയുടെ ഉള്ളത്തിലിരിക്കുന്ന ആ പ്രകാശം, അതെന്താൽ സ്വഭാവം. അതാണ് താപസന്മാരുടെ സ്വഭാവം. അനുഗ്രഹം അത്രമാത്രം കൃപയാണ് അവരുടെ ഉള്ളിൽ. അത്ര ജ്ഞാനം, അതായത് അഗ്നിക്ക് തുല്യമാണത്. അത് തെളിഞ്ഞ് പ്രകാശിച്ചിട്ട് എന്തോന്ന്? സ്വഭാവം തെളിഞ്ഞു മുനിപത്നി. ആ അത്രി മഹർഷിയുടെ ഭാര്യയുടെ ഉള്ളത്തിൽ നിന്ന് തന്നെ ആ പ്രകാശം വെളിയിൽ വന്നു. എന്നിട്ട് വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ഡലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിടിനാൾ. അപ്പോൾ ഒരു കുട്ടി സ്ത്രീയല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെറുപ്രായത്തിലേ വന്നതല്ലേ, അവർക്ക് പട്ടൊക്കെ കൊടുത്തു, പട്ട് വസ്ത്രം കൊടുത്തിട്ട് ഒരുങ്ങുന്ന എന്താ പറയുക, അംഗരാഗവും കുണ്ഡലവും ഒക്കെ കൊടുത്ത് ഒരു മുനി വേഷത്തിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ആ അമ്മ വിചാരിച്ചു, ദൈവമേ, ശ്രീരാമൻ ശാന്തനാണ്, അതും കുട്ടിയാണ്, കെട്ടിച്ചോണ്ട് വന്നതേ ഉള്ളൂ, ഉടനെ വനത്തിലേക്ക് പോകുന്നതെല്ലാം ഓർത്തപ്പോൾ അവിടെ അനുഗ്രഹവും വത്സയെ പിടിച്ച് ചേർത്ത് ആലിങ്ങനെ ചെയ്തിട്ട് സ്വഭാവം അങ്ങ് തെളിഞ്ഞ് മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഒരു ദുകൂലം പട്ടും കൊടുത്ത് വിമോഹനമായ ദുകൂലാണ്. അത് വിശ്വത്തിനും വിമോഹനം അത്രമാത്രം എങ്ങും ഇല്ലാത്ത അത്ര സുന്ദരമായ ഒരു പട്ടാണ് ദുകൂലം. അതും കൊടുത്ത് കുണ്ഡലവും, അത് കുണ്ഡലം കമ്മലവും അംഗരാഗവും അതൊക്കെ മുഖത്തിനൊക്കെ തേച്ച് ഒരുങ്ങുന്ന ഈ എന്തോ കുറിക്കൂട്ട് ദേഹത്തൊക്കെ പുരട്ടുന്നത്. അത് കാന്തി നശിക്കാതിരിക്കാൻ വനത്തിലൊക്കെ താമസിക്കുമ്പോൾ എത്രയായാലും ക്ഷീണം ഉണ്ടാവുമല്ലോ. രാജധാനിയിലെ ആഹാരങ്ങളൊന്നും അല്ലല്ലോ. എത്ര മുനിമാരുടെ ആഹാരമല്ലേ അവർക്ക് കിട്ടുക, കായും കനിയും ഒക്കെ. അപ്പോൾ കാന്തി ചോർന്ന് പോകും. അതുകൊണ്ട് ഈ അമ്മ മനസ്സിലാക്കി, പെണ്ണല്ലേ, അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അവർ അംഗരാഗമൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടി കുണ്ഡലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിടിനാൾ. അതായത് ഒരുങ്ങുന്നതിന്, അലങ്കാരത്തിനുള്ള ഒരുങ്ങുന്നുള്ള സാധനമൊക്കെ കൊടുത്തു. നന്നു പാതിവൃത്യം ആശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോകുന്നത് ഉത്തമം. പാതിവൃത്യമായിട്ട് ഈ ശ്രീരാമൻ്റെ കൂടെ നീ ഇങ്ങോട്ട് പോരുന്നതിന് നീ അത് ഉത്തമമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അയോധ്യയിൽ
സീതയും ശ്രീരാമൻ വനത്തിലും ആവണ്ടേ, അപ്പോൾ നീ ഇങ്ങനെ കൂടെ വന്നത് ഉത്തമമാണ്. എന്നിട്ട് അനുഗ്രഹം കൊടുത്ത് നന്നായി ഇനിയുണ്ട്, വായിച്ച സമയം പോകുമെന്തോ. എന്നിട്ട് കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്ന് മഹാരാജധാനി അകമ്പുക്ക് നന്നായി സുഖിച്ച് സുചിരം വസിക്ക നീ അനുഗ്രഹം കൊടുത്ത്. അതാണ് ഉള്ളിൽ വരുന്ന ആ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം, ചൈതന്യം, ഈശ്വര ചൈതന്യം. അത് അവർ അനുഗ്രഹമായിട്ട് സീതയ്ക്ക് കൊടുക്കുന്നത്. എന്താ, കാന്തി നശിച്ചുകൂടാ. 14 വർഷം കഴിയുമ്പം രാജധാനി ചെല്ലണം. കുട്ടിയല്ലേ, രണ്ടുപേരും കുട്ടികളാണല്ലോ. അപ്പോൾ നിൻ്റെ തവ വല്ലഭൻ, നിൻ്റെ ഭർത്താവ് ശാന്തനാണ്. അതുകൊണ്ട് ചെന്ന് മഹാരാജധാനിക്ക് ചെല്ലുമ്പോൾ നന്നായി സുഖിച്ച് അവിടെ സുചിരം വസിക്കെന്ന് പറഞ്ഞ് അനുഗ്രഹവും കൊടുത്ത് ആദരാൽ ഭർത്തൃ അഗ്രയെ ഗമിച്ച് അയച്ചതിനാൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ പോയി ഇരുന്നോളാൻ പറഞ്ഞ് അകത്ത് പോയി കണ്ടതില്ലേ അമ്മേ. അപ്പോൾ വെളിയിലിരിക്കല്ലേ ശ്രീരാമനും ലക്ഷ്മണനൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ അനുഗ്രഹം കൊടുത്ത് സുഖമായി അയോധ്യയ്ക്ക് പോയി വസിക്കുക. അനുഗ്രഹം കൊടുത്തിട്ട് ഭർത്തൃഗ്രയെ നീ ഭർത്താവിലേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞ് മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടി കലർന്നു തപോധന അത്രിയും മഹർഷി എല്ലാവർക്കും ആഹാരം കൊടുത്ത് ശ്രീരാമനോട് അരുൾ ചെയ്തു ഭവാൻ അഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. അത്രി മഹർഷി പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഭഗവാൻ നാരായണനാണെന്ന്, സാക്ഷാൽ പരമേശ്വരനാണെന്ന് ഞാൻ അറിഞ്ഞു. നിൻ മഹാമായ ജഗത്രയവാസിനാം സമൂഹ കാരണിയായത് നിർണയം. മഹാമായായിരിക്കുന്ന സമൂഹം എല്ലാവരെയും മോഹിപ്പിക്കുന്ന കാരണി സീതാദേവിയാണെന്നും അറിഞ്ഞു. ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥൻ അന്ന് അവിടെ തന്നെ കഴിഞ്ഞു. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അന്ന് കഴിഞ്ഞു. ദേവൻ ഉമാദേവിയോട് അരുളി ചെയ്ത ഏവം എന്നാൾ കിളിപ്പ ഇതിൽ അക്കാലമേ. ഇത് ആരോട് പറയുന്നു? ഇപ്പം ഭാഗവതത്തിൽ നമ്മൾ പരീക്ഷത്തിനോട് ശ്രീശുക മഹാമുനി ഇതെല്ലാം ഉപദേശം കൊടുക്കുന്നത് പോലെ ഇവിടെ ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്? പാർവതി ദേവിക്ക്. ഇതെല്ലാം ദേവിയുടെ അംശങ്ങളാണെങ്കിലും അവരെല്ലാം തപസ്സിൽ കൂടി ഇതൊക്കെ വരുത്തണം, ഈ മഹർഷിമാരെ കണക്ക് ആവണം. അതുകൊണ്ട് ഈ കഥകളെല്ലാം എനിക്ക് കേൾക്കണം മഹാദേവ പരമേശ്വര എന്ന് പറഞ്ഞപ്പോൾ ശ്രീ പരമേശ്വരൻ ഭഗവാൻ ശിവശങ്കരൻ, അത് പരമശിവൻ പാർവതിദേവിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയും ഈ പറഞ്ഞത് അത്രയും ഈ രാമായണം മൊത്തം ഇതെല്ലാം ഉപദേശമായിട്ട് ഈ അനുഭവങ്ങളെല്ലാം ശ്രീരാമ ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം പരമേശ്വരൻ പാർവതിക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ദേവൻ, അത് പരമേശ്വരൻ ഉമാദേവി എന്ന് വെച്ചാൽ പാർവതിക്ക് അരുളി ചെയ്ത് ദേവം എന്നാൽ കിളിപ്പയത് അക്കാലമേ. അധ്യാത്മരാമായണേ ഉമാ മഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ഇത്രയും ദേവിക്ക്. ഇനി അടുത്തതും ദേവിക്ക് കൊടുക്കുന്ന ആരണ്യകാന്ഡമാണ് ഇനി അടുത്തത്. നമുക്ക് അയോധ്യാകാന്ഡം തീർന്നു. അതുകൊണ്ട് നമുക്കിനി അടുത്ത ദിവസം അടുത്തത് വായിക്കാം. ഇത് തീരാൻ വേണ്ടി ഞാൻ സമയം ഒത്തിരി അങ്ങ് പോയി. ഇത്ര തീർത്തില്ലെങ്കിൽ പിന്നെ നാളെ അതെടുക്കണം. ഇപ്പോൾ ആരണ്യകാന്ഡം നമുക്കിനി അടുത്ത തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കി ഒരു മഹർഷിയുടെ എല്ലാം നമുക്കും വേണ്ടേ. ഇപ്പം പാർവതിദേവി ഇത് പഠിക്കുന്നു, പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ എല്ലാവരും ഇത് മനസ്സിലാക്കി നന്നാവണ്ടേ. ഈ ഈശ്വരൻ്റെ അവതാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഭഗവാൻ കൃഷ്ണനും അവതരിച്ചെങ്കിൽ ഗുരുകുലത്തിൽ പോയി പഠിച്ച് അറിവ് നേടും. അതുപോലെ എല്ലാവരും ഗുരുകുലത്തിലെല്ലാം ഒരു ഗുരുമുഖത്തു നിന്നെല്ലാം പഠിക്കുക ചെയ്യുക. അതുപോലെ പരമേശ്വരൻ പാർവതിദേവിക്ക് ഇതെല്ലാം കൊടുക്കുന്നു. അവർ കേട്ടാലും പോരാമണ്ട് അവരും ചോദിച്ച് വാങ്ങിക്കുക. നമ്മളിത് അങ്ങനെയാണ്. പരീക്ഷിത മഹാരാജും അങ്ങനെയാണ്. ഭക്തിയുള്ളവരെല്ലാം അങ്ങനെയാണ്. കേൾക്കുമ്പോൾ പോരാൻ തോന്നുകയും ചെയ്യും. ഇനി ആരോട് പറയാം. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. എന്തിനു വേണ്ടി ആഗ്രഹം? ഈശ്വരങ്ങളിലേക്ക് അടുക്കാനുള്ള ആഗ്രഹം. ഈ ലോകത്തിലെ ആഗ്രഹം അല്ലത്. അത് പരമാത്മാവിൽ അടുക്കാനുള്ളൊരു ആഗ്രഹം. അത് എല്ലാവർക്കും കിട്ടത്തില്ല, ചിലർക്ക് മാത്രം. ഭക്തി വർദ്ധിക്കുന്ന ചില മക്കൾ അതിനായിട്ട് ജനിച്ചവരുണ്ട്. അവരാണ് ഇതൊക്കെ വായിക്കുക, കേൾക്കുക, വീണ്ടും ഇത് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനത് ഇടുന്നത്. കാരണം ലോകം മൊത്തം അറിയാൻ ഭഗവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഇത് കണ്ട് കേൾക്കാനും അറിയാനും ആവശ്യക്കാർക്ക് ഉടയമ്പരാൻ അറിയാം, അവർക്ക് കൊടുക്കും. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയാം, അങ്ങനെയുള്ളവരെ ഇത് കേൾക്കുള്ളൂ. കാരണം ഞാൻ നിഷ്കളങ്കമായി തന്നെ അത് എല്ലാ മക്കൾക്കും കൊടുക്കും. എനിക്ക് അറിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പഠിക്കാൻ പോണെങ്കിൽ അറിവ്. പക്ഷേ എന്നിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് സത്യസന്ധമായാണ്. ഒരു കാപട്യം ഇല്ലാണ്ട് ഞാനത് കൊടുക്കുക. അത് ഈശ്വരനെ അറിയാം അങ്ങനെയാണെന്ന്. അത് കേൾക്കേണ്ടുന്നവന് കേൾക്കും, കാണേണ്ടുന്നവൻ ഇത് കാണും. അവർ പഠിക്കും, അവർ മനസ്സിലാക്കും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.